ഞാനും എൻ്റെ ഫാമിലിയും ഒന്ന് ഊട്ടിയിലേക്ക് ട്രിപ്പ് പോയതാണ്. ഊട്ടിയിലേക്ക് ട്രിപ്പ് പോയ വിശേഷങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മളിത് ഊട്ടിയിലെ ഗാർഡനാണ് കേട്ടോ, ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഇവിടെ ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളെ കാണാനുള്ളൂ, നമുക്ക് വലിയ ഇഷ്ടമായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷേ മെയിനായിട്ട് നമ്മുടെ ഊട്ടിയിലോട്ട് പോകുന്ന വഴികളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മസനഗുഡി വഴി ഊട്ടി എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു വികാരമാണ് അല്ലേ. നല്ലൊരു കാഴ്ചകളൊക്കെ ആയിട്ട് മൃഗങ്ങളെയൊക്കെ കണ്ട് കാട്ടിലൂടെയുള്ള യാത്ര അത് ഭയങ്കര രസമാണ്. അപ്പം ഞങ്ങൾ പോയത് അങ്ങനെയല്ല, പോയതൊരു അബദ്ധം പറ്റി. നമ്മൾ നാടുകാണി വഴിയാണ് പോയത്. അപ്പോൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും മസനഗുഡി വഴി പോകാനുള്ള ഒരു വഴികളുണ്ടോ നോക്കി. പക്ഷേ നമ്മൾ അങ്ങനെ ആരെയാ വിടത്തില്ല എന്നാണ് അവിടെ പറഞ്ഞത്. ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് അതിലൂടെ കയറി പോരാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ കാട്ടിലെത്തി കേട്ടോ. കയറി പോരാൻ പറ്റിയത് എങ്ങനെയെന്ന് വെച്ചാൽ, അവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പോലീസ് ചേട്ടന്മാർ നമുക്ക് ഒരു ഡ്രൈവറെ ഏർപ്പാടാക്കി. ഡ്രൈവർക്ക് 1000 രൂപ കൊടുത്താൽ നിങ്ങളെ ചുരം ഇറക്കി താഴെ എത്തിച്ചു തരും. പിന്നെ ആരും നമ്മളെ ചോദിക്കൊന്നുമില്ല, നമുക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത്. അങ്ങനെ എത്തി. ഒരുപാട് മാന്, മയിൽ, നമുക്കൊരു ആനക്കൂട്ടത്തെ കാണാൻ പറ്റി. 3 ആന, പിടിയാനയാണ് തോന്നുന്നു, 3 എണ്ണം ഉണ്ട്. പിന്നെ അതിൽ ഒരു കുട്ടിയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കുട്ടീനെ കാണുന്നില്ല. നമ്മൾ കുറച്ച് സൂമൊക്കെ ചെയ്ത് നോക്കി, പക്ഷെ കാണാൻ പറ്റിയില്ല. കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ടേക്ക് പോയപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയത്. കുറേ പേരവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ നിർത്താനൊന്നും പാടില്ല ഇവിടെ. നമ്മൾ ജസ്റ്റ് പതുക്കെ സ്ലോയിൽ എടുത്ത് പോയതാണ്. അപ്പോൾ നോക്കുമ്പോഴാണ് ആ 2ാമത്തെ ആനയുടെ അടുത്ത് ചെറിയ കുട്ടിയുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ആനക്കൂട്ടത്തിൽ ഒരു കുട്ടീനെ നേരിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മുതുമല എലിഫൻറ്റ് ക്യാമ്പിലോട്ടാണ് കേട്ടോ. എലിഫൻറ്റ് ക്യാമ്പിൽ നല്ല രസമാണ്. ആ സമയത്ത് പോയാൽ, വൈകിട്ട് ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ ആനകൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്നൊരു സമയമാണ് കേട്ടോ. ആ സമയത്ത് ആനകളിങ്ങനെ നിരന്ന് നിൽക്കും. ഫുഡ് കൊടുക്കാൻ സമയമാകുമ്പോൾ അവിടെ ബെല്ലടിക്കുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കും. ആ സമയത്ത് എല്ലാ ചേട്ടന്മാരും കൂടെ പോയിട്ട് ആനകൾക്ക് ഫുഡ് കൊടുക്കും കേട്ടോ. അത് നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ. കറക്റ്റായിട്ട് മൊത്തം ഞാനിതിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഫുഡ് ഇപ്പോൾ കിട്ടുമെന്നറിയാം, അതാണ് എല്ലാവരും വായ തുറന്നിരിക്കണണ്ട. പെട്ടെന്ന് കൊണ്ടുപോകാമെന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഫുഡ് കൊടുക്കാൻ സമയമായി കേട്ടോ. നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ചേട്ടന്മാർ അവർക്കുള്ള ഫുഡ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞനാനയും വരുന്നുണ്ട്. ഒരു കുഞ്ഞാനയാണ് കേട്ടത്. അപ്പോൾ എന്തോ മരുന്നാണ് തോന്നുന്നത്, എന്തോ ഒരു സാധനം ആദ്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഇതിലൊരു പിടിയാനയാണെന്ന് തോന്നുന്നുണ്ട്. ഒരാനയുണ്ട്, നല്ല രസമാണ്. ആൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അതിൽ മരുന്ന് ചേർത്ത് കേട്ടോ. അപ്പോൾ അത് കാണാൻ പറ്റും. ഇപ്പോൾ വരും ആൾ, ഇതായി പോകുന്ന ചേട്ടനാണ്. അതിൽ മരുന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആനയ്ക്ക് കൊടുക്കാൻ നേരം ആന തുമ്പിക്കൈ വെച്ചൊന്ന് മണത്ത് നോക്കുന്നുണ്ട് കണ്ടോ. മണത്ത് നോക്കുന്നത് അതിൽ മരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മെല്ലെ തല തിരിച്ച് കണ്ടോ, വേണ്ടെന്നുള്ള രീതിക്ക് ചേട്ടൻ ചിരിക്കുകയാണ് കേട്ടോ. ആൾക്ക് മനസ്സിലായി എന്നുള്ള രീതിക്ക് ചേട്ടൻ പറയുന്നുണ്ട് മരുന്ന് ചേർത്തുകൊണ്ടാണ് കഴിക്കാത്തത്. അപ്പോൾ അടുത്തവരുള്ള ശരിയാക്കിയാണ് ചേട്ടൻ. കുറേ പേരുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഈ ഒരു സമയത്തേ ഇത് കാണാൻ പറ്റുള്ളൂ. വേറെ ഉള്ളവർ അടുത്ത ആനകൾക്കൊക്കെ ഉള്ള ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ആനകൾ കണ്ടോ ആദ്യമേ വാ തുറന്ന് വെക്കും. അവർക്ക് കൊടുക്കാനാണ് അറിയാം കേട്ടോ. അതുകൊണ്ടാണ് ആദ്യമേ വായൊക്കെ തുറന്ന് ഇങ്ങനെ വിളിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഈ കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് തവണ ഊട്ടിയിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ കയറിയിട്ട് ഇങ്ങനൊരു കാഴ്ച കാണാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം അതിന് സാധിച്ചു. അങ്ങനെ നമ്മുടെ ചേട്ടൻ പുതിയൊരു ഉരുളയായിട്ട് വരുന്നുണ്ട് കേട്ടോ ആനയ്ക്ക്. അപ്പോൾ
അപ്പോൾ ആശാൻ ഒന്നുകൂടെ മണത്ത് നോക്കുന്നുണ്ട് അതിൽ മരുന്നുണ്ടോയെന്ന് കേട്ടോ. അത് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല. തുമ്പിക്കൈ വെച്ച് മണത്ത് നോക്കിയിട്ടാണ് ആശാൻ വാ തുറന്ന് കാഞ്ഞ് അത് കഴിക്കുന്നത്. അതിൻ്റെ കുസൃതി കണ്ടിട്ട് ചേട്ടൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. വരുമ്പോൾ കാണാൻ ചേട്ടന് ചിരി വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആനയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾ ഇനി നേരെ കോഴിക്കോടേക്ക് പോവുകയാണ്. ഇനി നേരെ മസനഗുഡി, പിന്നെ ബന്ദിപ്പൂർ ഫോറസ്റ്റ്, മുത്തങ്ങ ഫോറസ്റ്റ്, ഈ 3 ഫോറസ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റി. അതിലൂടെ നമ്മൾ നേരെ വയനാട് വഴി ഇറങ്ങി കോഴിക്കോടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ കുഞ്ഞനാണ് അതിന് ഫുഡ് കൊടുക്കുന്ന നോക്കിയാൽ